നമുക്ക് സിമ്പിൾ എങ്ങനെ പറയാം? ഈ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് മൈക്രോസോഫ്റ്റും ഗൂഗിളും പോലുള്ള കമ്പനികൾ അവരുടെ ഡാറ്റാ സെന്റേഴ്സ് എന്ത് ചെയ്തത് കടലിന്റെ അടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം ഇതും ഈ ചൂടും തമ്മിൽ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചൂടൻ ടോപ്പിക് ഏതാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അതാണ് ചൂട്. അങ്ങനെയാണ് നമുക്ക് ചൂടിൽ തന്നെ തുടങ്ങാം. അതായത് ചൂട് എന്ന് വെച്ചാൽ എന്താ? ഹീറ്റ്, എനർജിയുടെ ഒരു രൂപം മാത്രമാണ്. അതെ. ഞാൻ ഈ ചായ കയ്യിലേക്ക് എടുത്തു. ഈ ചായക്ക് എന്റെ കൈ അപേക്ഷിച്ച് ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചായയിൽ നിന്ന് എന്റെ കൈയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോ എന്റെ കൈക്ക് ചൂട് അനുഭവപ്പെടും. അതെ. അതിന് പകരം ഞാനൊരു ഐസ് ക്യൂബാണ് എടുത്തതെങ്കിൽ എന്റെ കൈക്കാണ് ടെമ്പറേച്ചർ കൂടുതൽ. അപ്പോ എന്റെ കയ്യിൽ നിന്ന് ഹീറ്റ് ഐസ് ക്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോ എനിക്ക് തണുപ്പ് അനുഭവപ്പെടും. അപ്പോ ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് മനസ്സിലായ എന്താ വെച്ചാല് ഇത് ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ടച്ച് ഉള്ളപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടന്നത്. സണ്ണല്ലേ നമ്മളെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. ഇപ്പൊ ഈ സണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് എന്താണ് കോണ്ടാക്ട് ഒന്നുമില്ല, പക്ഷെ എന്താണ് സ്റ്റിൽ നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സണ്ണിന്റെ കേസിൽ എങ്ങനെയാണ് ഈ ഹീറ്റ് നമുക്ക് എത്തുന്നത്? ഈ ഹീറ്റ് എന്ന് പറഞ്ഞത് പറഞ്ഞ പോലെ ഒരു ഫോം ഓഫ് എനർജിയാണ്. അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടണമെങ്കിൽ കോണ്ടാക്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ്. കാരണം എർത്തിന് ഒരുപാട് മൈനർ എനർജി സോഴ്സുകൾ ഉണ്ടെങ്കിലും നമ്മുടെ പ്രൈമറി എനർജി സോഴ്സ് അല്ലെങ്കിൽ ആ ഏറ്റവും വലിയ എനർജി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ തന്നെയാണ്. അപ്പൊ ഈ സൂര്യനിൽ നിന്ന് എങ്ങനെ ഹീറ്റ് അല്ലെങ്കിൽ എനർജി എർത്തിന്റെ സർഫസിലേക്ക് എത്തുന്നു? നമുക്ക് സിമ്പിൾ എങ്ങനെ പറയാം? എർത്തിലേക്ക് സണ്ണിൽ നിന്നുള്ള എനർജി വരുന്നത് റേഡിയേഷൻസിന്റെ ഫോമിലാണ്. അതായത് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനാണ്. അപ്പൊ ഇതിങ്ങനെ വരികയാണെന്ന് വിചാരിക്കാം. ഈ വരുന്ന പ്രോസസ്സ് ഒന്ന് സങ്കല്പിക്കാം. അപ്പൊ ഇത് വരുന്ന വഴിയിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ വേവ് ലെങ്ത് എന്താ? ഷോർട്ടറാ അല്ലെ, ചെറുതാ. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾസുമായിട്ട് വലിയ ഇന്ററാക്ഷൻ ഒന്നും സംഭവിക്കില്ല. എന്ത് ചെയ്യും? അത് സ്മൂത്ത് ആയിട്ട് എവിടത്തേക്ക് എത്തും? എർത്തിന്റെ സർഫസിലേക്ക് എത്തും. അപ്പൊ എർത്തിന്റെ സർഫസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ എന്തായാലും കുറച്ച് എനർജീനെ ആര് അബ്സോർബ് ചെയ്യും? എർത്ത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ റിഫ്ലക്ട് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് എനർജീനെ ആര് അബ്സോർബ് ചെയ്തു? എർത്ത് അബ്സോർബ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ എനർജി എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോ എനർജി കുറയുമ്പോൾ ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് കൂടും? വേവ് ലെങ്ത് കൂടും. അപ്പൊ അത് ലോങ്ങർ വേവ് ലെങ്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ലോങ്ങർ വേവ് ലെങ്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ചങ്ങായിയാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ചു പോകുന്നത്. ആ പോകുന്ന വഴിക്ക് ആരുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അങ്ങനെ പല പാർട്ടിക്കിൾസും ഉണ്ട്, ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇനി ലോങ്ങർ വേവ് ലെങ്തിലെത്തി എനിക്കിനി എന്ത് ചെയ്യാം? ഈ ചങ്ങായിയായിട്ട് എന്ത് ചെയ്യാം? ഇന്ററാക്ട് ചെയ്യാന്ന് പറയൂലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ബ്ലോക്ക് ചെയ്യുമ്പോൾ നേരെ പിന്നെയും റിഫ്ലക്ട് ചെയ്തിട്ട് എങ്ങോട്ട് തന്നെ വരും? എർത്തിന്റെ സർഫസിലേക്ക്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ റിഫ്ലക്ഷൻ നടന്നുകൊടുക്കും. അപ്പം സ്വാഭാവികമായിട്ടും നോർമലി ഹീറ്റ് ചെയ്യേണ്ട അത്രയാണോ ഹീറ്റ് ആവുക? അല്ല, തീർച്ചയായിട്ടും അല്ല. ടെമ്പറേച്ചർ കൂടും. ഇതിനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയ ഒരു കൺസെപ്റ്റാണ്. ഇതാണ് ഏകദേശം നമ്മുടെ എന്ത് ചെയ്യുന്നത്? എർത്ത് ഹീറ്റ് ആവുന്ന, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഹീറ്റ് ആവുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സ് ഇതുപോലെ തന്നെയാണോ വാട്ടർ സർഫസ് സംഭവിക്കുന്നത്? അതായത് നമുക്കറിയാം എർത്തിന്റെ 2/3 വാട്ടർ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തത് ലാൻഡിന്റെ കേസിലാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണോ വാട്ടറിൽ സംഭവിക്കുക? ആക്ച്വലി അതെന്താന്ന് വെച്ചാൽ ലാൻഡിന്റെ കേസിൽ ലാൻഡ് പെട്ടെന്ന് ചൂടാവും, അതേപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷെ വാട്ടർ അങ്ങനെയല്ല. വാട്ടർ ചൂടാവാൻ നല്ല ടൈം എടുക്കും. പക്ഷെ ആ ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് എന്ത് ചെയ്യും? അത് കുറേ സമയം മെയിൻറ്റെയിൻ ചെയ്യും. സിമ്പിളായി പറഞ്ഞാൽ വാട്ടർ എന്താണ്? ഒരു ഹീറ്റിനെ പിടിച്ചു വെക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. അത് ഒരുപാട് നേരം ഹീറ്റിനെ പിടിച്ചു വെക്കും. ഈ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് മൈക്രോസോഫ്റ്റും ഗൂഗിളും പോലുള്ള കമ്പനികൾ അവരുടെ ഡാറ്റാ സെന്റേഴ്സ് എന്ത് ചെയ്തത് കടലിന്റെ അടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതായത് ഈ ഡാറ്റാ സെന്റേഴ്സ് തണുപ്പിക്കാൻ ഇവർക്ക് എന്താ എത്രയോ വെള്ളം വേണം. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല. പിന്നെ അതിനെന്താ ഒരുപാട് ചെലവുണ്ട് ഡാറ്റാ സെന്റേഴ്സ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ചെയ്തത് കൊണ്ട് ബില്യൺസ് ഓഫ് റുപ്പീസ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്രോസസ് ലാഭിച്ചിട്ടുണ്ട്. അതായത് വെള്ളത്തിന്റെ ഒരു സിമ്പിൾ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്, അതായത് ചൂടിനെ കുറെ നേരം എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു വെക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്? ലാഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ തോന്നിയൊരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. അതായത് ഇപ്പം ഈ അടുത്തായിട്ട് ഈ ന്യൂസിലൊക്കെ കണ്ടു, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള രീതിയിൽ തന്നെ പറയാം, ഈ അയല പോലത്തെ
മീനുകളിലെ. അപ്പൊ ഇതെന്ത് ചെയ്യുന്ന അത്രയും ചെറിയ ഫിഷുകൾ അത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു സീസണിലെ ഈ ഒരു ചൂടുള്ള സമയത്ത് അവര് അണ്ടർ വാട്ടറിലേക്ക് ഡൈവ് ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് കണ്ടു. അപ്പം ഇതും ഈ ചൂടും തമ്മിൽ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളം ചൂടായാൽ ഒരുപാട് സമയം എന്ത് ചെയ്യും, ചൂടിനെ പിടിച്ചു വെക്കുന്നത്. ഈ മീനുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവര് എക്ടോതേംസ് ആണ്. അവരെ ബോഡി എന്ത് ചെയ്യും, അവരെ അറ്റ്മോസ്ഫിയറിലുള്ള ചൂടുമായിട്ട് എന്ത് ചെയ്യും, ഏകദേശം ആ ഒരു ചൂടിലേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ ആ ചൂടുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. വേരിയേഷൻ വരും അവരുടെ ബോഡിയിൽ. എന്ത് ചെയ്യും, നമ്മളെ പോലെയല്ല, നമുക്ക് നമ്മളെ ബോഡി എന്ത് ചെയ്യും, നമ്മുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ അവരുടെ ബോഡി അതില്ല. അവരുടെ ബോഡി അറ്റ്മോസ്ഫിയറിൽ എന്താണോ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിന് ആയിട്ട് എന്ത് ചെയ്യും, നല്ല വേരിയേഷൻ വരും. അപ്പൊ ഇവർക്ക് എന്താണ്, നമുക്ക് തന്നെയാണ് ഇപ്പൊ ചൂട് കാരണം നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇത് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, കുറച്ചുകൂടെ നമ്മളിപ്പോ ചൂടുള്ളപ്പോ നമ്മൾ എന്ത് ചെയ്യും, AC റൂമിലേക്ക് പോകും, അല്ലെങ്കിൽ തണുത്ത് കാറ്റിടുന്ന സ്ഥലത്തേക്ക് പോകും. ഇതേപോലെ ഇവരെന്ത് ചെയ്യും, ഇവര് വെള്ളത്തിന്റെ ഉള്ളോട്ട് എന്ത് ചെയ്യും, ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യും, അടിയിലേക്ക് പോകും. ഇതാണ് ഒന്നാമത്തെ കേസ്, അല്ല ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ എന്താന്ന് വെച്ചാല് വെള്ളത്തിൽ ഡിസോൾഡ് ഓക്സിജന്റെ അളവ് എന്തുകൊണ്ട് ചൂട് കൂടുന്നത് കൊണ്ട് കുറയും. അതായത് ഡിസോൾഡ് ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ മീനുകൾ എന്താ യൂസ് ചെയ്യുന്നത്, സർവൈവ് ചെയ്യും. അതെ, നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ യൂസ് ചെയ്യുന്ന പോലെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത ഓക്സിജൻ ആണ് ആര്, ഫിഷസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവരെ സർവൈവൽ അതെന്താ ഭയങ്കര പ്രോബ്ലം വരും. അപ്പൊ ഇത് ഇവർക്ക് എന്താണെങ്കിലും എല്ലാവരും മെയിൻ ഉദ്ദേശം എന്താ, സർവൈവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവര് സർവൈവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, വെള്ളത്തിലെ ഡീപ്പർ ലെയറിൽ അല്ലെ ഓക്സിജൻ അവൈലബിൾ ആയിട്ടുള്ള ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഇതാണ് ഈ ന്യൂസിന്റെ ഒരു റിലവൻസി. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വരുമ്പോ അവിടെ ഹീറ്റിന്റെ ഫ്ലോ ഉണ്ടാവുന്നു അല്ലെ? അങ്ങനെയാണോ ശരിയായ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് എനർജി കൊടുക്കുന്നതുകൊണ്ടാണോ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നത്? നിങ്ങൾ എന്നൊന്ന് കമന്റ് ചെയ്യണേ.